ഹലോ സ്റ്റുഡൻസ്, 0 to 1 അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ലാപ്ലാസ് ആണ്. അത് ഫസ്റ്റ് BTech പരീക്ഷയ്ക്കുണ്ട്. BSc മാത്സ് ആൻഡ് സബ്. BSc മാത്സിന് ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം 6th സെമസ്റ്ററാണ്. BSc സബ് ഇപ്പോൾ ഒരു പരീക്ഷ നീട്ടി വെച്ചിട്ടുണ്ട്. 7ാം തീയതി തുടങ്ങേണ്ടത്. അതിലാണ് അതുള്ളത്. അത് കംപ്ലീറ്റ് എടുക്കുന്നതാണ്. പക്ഷേ ലാപ്ലാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം എന്ന് വെച്ചാൽ ബേസ് തറായാൽ മാത്രമേ ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബേസ് ഏകദേശം ആദ്യം ഒരു 7-8 ഫോർമുല വരും. അത് തറവാക്കണം. ഇന്ന് ഞാൻ തുടങ്ങാൻ പോകുന്നു. ഇപ്പോൾ ഞാൻ ലാപ്ലാസ് എന്തെന്ന് പറഞ്ഞു തരാം. ഇതിലാകെ 2 ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് f(t), മറ്റത് ക്യാപിറ്റൽ F(s). ഏതൊരു ഫംഗ്ഷനെയും ഇൻ്റഗ്രൽ 0 to t ft e⁻st dt ഇതാണ് അതിൻ്റെ ലാപ്ലാസ്. കിട്ടുന്ന ഫംഗ്ഷനെ e⁻st കൊണ്ട് ഗുണിക്കുക, വിത്ത് റെസ്പെക്ട് ടു dt ഇൻ്റഗ്രേറ്റ് ചെയ്യുക, 0 to ∞ ലിമിറ്റ് കൊടുക്കുക. അതിൻ്റെ പേരാണ് ലാപ്ലാസ്. അപ്പോൾ ആ കിട്ടുന്ന ഫംഗ്ഷൻ എപ്പോഴും എസ്സിലായിരിക്കും. അതിനെ ക്യാപിറ്റൽ Fs എന്നുള്ള ക്യാപിറ്റൽ Fs കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത്. തന്ന ഫംഗ്ഷൻ, അതായത് ഏത് ഫംഗ്ഷൻ്റെയാണോ ലാപ്ലാസ് കാണേണ്ടത് അത് പൊതുവെ സ്മാൾ f(t) ആയിരിക്കും. ചിലപ്പോൾ അത് ക്യാപിറ്റൽ f(t) ആയിരിക്കും. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതുക വെച്ചാൽ Lf(t) ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ f(t e⁻st dt. എല്ലായ്പ്പോഴും വീണ്ടും പറയുന്നു, e⁻st കൊണ്ട് ഗുണിക്കുക, വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, e⁻∞ 0, e⁻0 1. ഈ 2 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഇതിൽ ആദ്യത്തെ ഒരു 6, ഫസ്റ്റ് 6 കണക്ക് അതിൻ്റെ ബേസാണ്. ചിലപ്പോൾ 6 എന്നുള്ളത് 7 ആവാം. അത് നിങ്ങൾ എങ്ങനെയായാലും പഠിക്കണം. അപ്പോൾ വീണ്ടും പറയണു, Lf(t) ഈക്വൽ ടു F(s), where F(s) ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ f(t e⁻st dt. അപ്പോൾ നമുക്ക് എന്തെഴുതാം? Lf(t) ഈക്വൽ ടു F(s), f(t) ഈക്വൽ ടു L ഇൻവേഴ്സ് F(x). അതും പഠിക്കണം. f(t) ഈക്വൽ ടു L ഇൻവേഴ്സ് F(s). ഇത് രണ്ടും തറവായാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. തിയറി അങ്ങനെ ചോദിക്കാറില്ല. ഇതനുസരിച്ചുള്ള പ്രോബ്ലമാണ് ചോദിക്കാറ്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, തിയറി മനസ്സിലായില്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റുകയില്ല. ആദ്യമായി ചെയ്യാൻ പോകുന്നത് f(0) ആണ്. അത് പൊതുവേ ഒരു പുസ്തകത്തിലുമില്ല. അത് ആ സബ്ജക്റ്റിൻ്റെ പരിപൂർത്തിക്ക് വേണ്ടി ചെയ്യുന്നു. 0 നമുക്ക് കാണണം. അതിന് നമ്മൾ L കൊടുക്കും. L0 സമം ഇൻ്റഗ്രൽ 0 to ∞ e⁻st ഇൻറ്റു 0 ഈക്വൽ ടു 0. ഇവിടെ കോൺസ്റ്റൻറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ലിമിറ്റുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ് വേണ്ട. അപ്പോൾ L(0) ഈക്വൽ ടു 0. ഇനി അടുത്തത് നെക്സ്റ്റ് 1. നമ്മൾ കാണാൻ പോകുന്നത് 1-ൻ്റെയാണ്. L(1) ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ e⁻st dt ഇൻറ്റു 1 dt. നമുക്കറിയാം e⁻st ഇൻ്റഗ്രൽ e⁻st/t ആണ്. c/s ആണ്. 0 to ∞ e⁻st ഇൻ്റഗ്രൽ e⁻st/s. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഹരിക്കുക. e⁻ax dx ഈക്വൽ ടു e⁻ax/a. ലിമിറ്റ് കൊടുത്തു. e⁻∞ മൈനസ് e⁻0 ബൈ -s.
ടിക്ക് വരെ ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി ഇൻറ്റു എസ്, ഇൻഫിനിറ്റിയോടുകൂടി എന്തുകൊണ്ട് ഗുണിച്ചാലും ഇൻഫിനിറ്റി വരുള്ളൂ. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു 0 മൈനസ് എസ്, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0, ഇ റേസ് ടു 0 1 ബൈ മൈനസ് എസ്, ദാറ്റ് ഈസ് 1 ബൈ എസ്. അപ്പോൾ നമ്മൾ എന്തെഴുതും? എൽ ഓ 1 ഈക്വൽ ടു 1 ബൈ എസ്, എൽ ഇൻവേഴ്സ് 1 ബൈ എസ് ഈക്വൽ ടു 1. രണ്ട് ഭാഗത്തേക്കും കൺവെർട്ട് ചെയ്യാൻ പഠിക്കണം. ഇനി അടുത്തത് എൽ ഇ റേസ് ടു എ ടി. ഇനി അടുത്തത് കാണുന്നത് ഇ റേസ് ടു എ ടിയുടെ. ആദ്യമായി ചെയ്യേണ്ടത് എൽ ഇ റേസ് ടു എ ടി. എല്ല് ചേർത്താൽ പറഞ്ഞു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി കൊണ്ട് ഗുണിക്കുക. ഇ റേസ് ടു എ ടി, ഇ റേസ് ടു എ ടി ഡി ടി, ദാറ്റ് ഈസ് നമുക്കറിയാം എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ. അതിവിടെ കൊടുത്താൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി പ്ലസ് എ ടി ഡി ടി. എല്ലായ്പ്പോഴും 0 ടു ഇൻഫിനിറ്റി മൈനസ് ടി പുറത്തേക്ക് എടുക്കുക. ലാപ്ലാസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, മൈനസ് ടിയെ പുറത്തേക്ക് എടുക്കാവൂ. അങ്ങനെ മൈനസ് ടി പുറത്തേക്ക് എടുത്താൽ ഈ മൈനസ് എസ് പ്ലസ് എസ് ആവും, പ്ലസ് എ മൈനസ് ആവും. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രേറ്റിംഗ് വി ഗെറ്റ് ഇ റേസ് ടു മൈനസ് ടി എസ് മൈനസ് എ ബൈ മൈനസ് എസ് മൈനസ് എ. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഹരിക്കുക 0 ടു ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ഇൻറ്റു എനിത്തിങ് ഈക്വൽ ടു ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു 0 ബൈ എസ് മൈനസ് എ, ദാറ്റ് ഈസ് മൈനസ് 1 ബൈ മൈനസ് എസ് മൈനസ് എ ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എൽ ഇ റേസ് ടു എ ടി സമം 1 ബൈ എസ് മൈനസ് എ. ഇ റേസ് ടു എ ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് 1 ബൈ എസ് മൈനസ് എ. ശ്രദ്ധിക്കണം, ഇവിടെ ടിയുടെ കോഎഫിഷ്യൻ്റ് എ പ്ലസ് എ ആണെങ്കിൽ ഇൻവേഴ്സ് വരുമ്പോൾ മൈനസ് എ വരും, മൈനസ് എ ആകുമ്പോൾ പ്ലസ് എ വരും. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ എൽ ഇ റേസ് ടു 2t ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് 2. എൽ ഇൻവേഴ്സ് 1 ബൈ എസ് മൈനസ് 2 ഈക്വൽ ടു ഇ റേസ് ടു 2t. എൽ ഇ റേസ് ടു മൈനസ് ബി ടി ഈക്വൽ ടു 1 by s plus b. L inverse 1 by s plus b equal to e raised to minus bt. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ്, അടുത്തത് ടി. നെക്സ്റ്റ് വൺ ടി, എൽ ഓഫ് ടി. ഏതൊരു ഫംഗ്ഷനെയും പറഞ്ഞു ഇ റേസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു ടി ഡി ടി. ഇതൊരു പ്രോഡക്റ്റാണ്, അത് നിങ്ങൾക്കറിയാമല്ലോ. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതാണ് അതിൻ്റെ ഫോർമുല. ഇ റേസ് ടു എസ് ടി കാണുകയാണെങ്കിൽ ഇ റേസ് ടു ടി ഉണ്ടെങ്കിൽ ഏത് ഇൻ്റഗ്രേഷനിലും ഇൻ്റഗ്രേഷൻ ബൈ പ്രോഡക്റ്റ് ആണെങ്കിൽ ഇ റേസ് ടു എ ടി ഉണ്ടെങ്കിൽ അതെപ്പോഴും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് മാത്രമേ എടുക്കാവൂ, ഒരിക്കലും ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കരുത്. അപ്പോൾ ഇവിടെ ടി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷൻ. വി ഗെറ്റ് ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി 0 ടു ഇൻഫിനിറ്റി ഡി ബൈ ഡി ടി ഓഫ് t integral e raised to minus s t dt, that is t into by minus s 0 to infinity. മറക്കരുത്, ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഹരിക്കുക. 1 into
ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ്. ഇവിടെ ആദ്യം ഇൻഫിനിറ്റി കൊടുത്തു, ടിക്ക് കൊടുക്കണമെന്നില്ല. ഇ റേസ് ടു ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് 0, ടിക്ക് 0 കൊടുത്തു, ബൈ മൈനസ് എസ് പ്ലസ് 1 ബൈ എസ് ഇൻറ്റു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0, ഇത് 0, അപ്പോൾ ഇത് കംപ്ലീറ്റ് 0 ആയിരിക്കും. 1 ബൈ എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് 0 ടു ഇൻഫിനിറ്റി 1 ബൈ എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു 0 ബൈ മൈനസ് എസ് ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ. അപ്പോൾ എൽ ഓഫ് ടി ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ. എൽ ഇൻവേഴ്സ് 1 ബൈ ടി ഈക്വൽ ടു എൽ ഓഫ് ടി ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ. എൽ ഇൻവേഴ്സ് 1 ബൈ എസ് സ്ക്വയർ ഈക്വൽ ടു ടി. അടുത്തത് കോസച്ചേട്ടി. കോസച്ചേട്ടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, പ്രത്യേകിച്ച് ബി ടെക്കുകാർക്ക്. അവരത് പഠിക്കാത്തതാണ്. അപ്പോൾ അത് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം. കോസച്ചേട്ടി എന്ന് പറഞ്ഞാൽ ഇല്ല. ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് കോസ് എച്ച് എ ടി. കോസച്ചേട്ടി എന്താണെന്ന് എഞ്ചിനീയറിംഗ് ബി ടെക്കുകാർക്ക് അറിയുണ്ടാവില്ല, കാരണം അവർ പഠിച്ചിട്ടുണ്ടാവില്ല. ബി എസ് സി മെയിനും സബ്ബുകാരും അവർ ഫസ്റ്റോ സെക്കൻഡോ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. കോസച്ചേട്ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ 2. അതാണ് കോസച്ചേട്ടി. കോസച്ചേട്ടി ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ 2. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എൽ കോസച്ചേട്ടിയാണ്. ഞാൻ പറഞ്ഞു ഏതൊരു ഫംഗ്ഷനെയും ഇ റേസ് ടു മൈനസ് എസ് ടി കൊണ്ട് ഗുണിക്കുക, കോസച്ചേട്ടി എഴുതുക, ഡി ടി എഴുതുമ്പോൾ 0 ടു ഇൻഫിനിറ്റി കോസച്ചിയുടെ ഫോർമുല എഴുതുക. ഇ റേസ് ടു എസ് ടി ഇൻറ്റു ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ 2 ഇൻറ്റു ഡി ടി. 1/2 പുറത്തേക്ക് എടുക്കുക, അതാണ് എളുപ്പം. 0 ടു ഇൻഫിനിറ്റി ഗുണിക്കുക. ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു മൈനസ് എ ടി. ഇനി ഞാൻ പറഞ്ഞു തിയറി ഓഫ് സിന്തസിസ് അപ്ലൈ ചെയ്യുക. എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എക്സ് റൈസ് ടു എം പ്ലസ് എൻ. അതായത് പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ഇ റേസ് ടു മൈനസ് എസ് ടി പ്ലസ് എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി മൈനസ് എ ടി ഇൻറ്റു ഡി ടി. ഇവിടെയാണ് ശ്രദ്ധിക്കാനുള്ളത്. എല്ലായ്പ്പോഴും മൈനസ് ടിയെ പുറത്തേക്കെടുക്കാവൂ. ഇ റേസ് മൈനസ് ടി ഇൻറ്റു, അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആവും, പോസിറ്റീവ് നെഗറ്റീവ് ആവും, പ്ലസ് ഇ റേസ് മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് എ, കാരണം 2 നെഗറ്റീവാണ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഹരിക്കുക. ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു എസ് മൈനസ് എ ബൈ ഡിവൈഡ് ചെയ്യുക. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ 1/2 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി ഇ റേസ് ടു മൈനസ് ടി എസ് മൈനസ് എ ബൈ ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻറ്റ് എസ് മൈനസ് എ. ടിയുടെ കോഎഫിഷ്യൻറ്റ് ഡിവൈഡ് ചെയ്യുന്ന എസ് മൈനസ് എ ആണല്ലോ. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ ദ കോഎഫിഷ്യൻറ്റ് പ്ലസ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് എ. ലിമിറ്റ് കൊടുക്കുക. 1/2 ഇൻറ്റു ടിക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ
ഇത് ഇൻഫിനിറ്റി ആവും. ഞാൻ പറഞ്ഞു ഇൻഫിനിറ്റി എന്തുകൊണ്ട് കുടിച്ചാലും ഇൻഫിനിറ്റി മൈനസ് e⁻0 ബൈ മൈനസ് എസ് മൈനസ് എ പ്ലസ് e⁻∞ മൈനസ് e⁻0 ബൈ മൈനസ് എസ് പ്ലസ് എ. e∞ 0 1/2 ഇൻറ്റു 0 മൈനസ് 1 ബൈ മൈനസ് എസ് മൈനസ് എ പ്ലസ് 0 മൈനസ് 1 ബൈ എസ് പ്ലസ് എ. That is 1/2 into 1 by s minus a plus 1 by s plus a. എൽസിയം കാണുക. എൽസിയം കാണുന്നതിന് പകരം വേറൊരു എളുപ്പവിദ്യയുണ്ട്. ക്രോസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ ഗുണിച്ച് ഡിനോമിനേറ്ററിൽ എഴുതുക. ക്രോസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു എസ് പ്ലസ് എ പ്ലസ് എസ് മൈനസ് എ 1 into s minus a by s minus a into s plus a. എയും എയും ക്യാൻസൽസ്. 1/2 into 2s by s square minus a square. 2 cancels. s by s square minus a square. ഇനി ശ്രദ്ധിക്കുക. L cos h t s by s square minus a square. Cos h t സമം L inverse സൈനച്ച് 2 കണക്ക്. അടുത്തത് സൈൻ എച്ച് ടി. സൈൻ എച്ച് ടി എന്ന് പറഞ്ഞാൽ e⁻at മൈനസ് e⁻−at/2. സൈൻ എച്ച് ടി എന്ന് പറഞ്ഞാൽ e⁻at മൈനസ് e⁻−at/2. എൽ സൈൻ എച്ച് ടി. എൽ സൈൻ എച്ച് ടി. എൽ സൈൻ എച്ച് ടി ഈക്വൽസ് ഇൻ്റഗ്രൽ 0 to ∞. സൈൻ എച്ച് ഈ ലാപ്ലാസ് എന്ന് പറഞ്ഞാൽ e⁻−st ഇൻറ്റു സൈൻ എച്ച് ടി. സൈൻ എച്ച് ടി എന്താണ്? e⁻at മൈനസ് e⁻−at/2. 1/2 പുറത്തേക്ക് എടുക്കുക. 0 to ∞ ഗുണിക്കുക. e⁻−at ഇൻറ്റു at മൈനസ് e⁻−at ഇൻറ്റു -at. That is 1/2 into theory of indices. That is theory x raised to m into x raised to n equal to x raised to m plus n. പവർ ഉണ്ടെങ്കിൽ പവർ തമ്മിൽ ഗുണിക്കുന്നതിന് പകരം പവർ തമ്മിൽ കൂട്ടുക. ഇൻ്റഗ്രൽ 0 to ∞. മറക്കരുത് e⁻t പുറത്തേക്ക് എടുക്കാവൂ. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലിമിറ്റ് കൊടുത്താൽ
1/2 ഇൻറ്റു ഇ റൈസ് ടു ഇൻഫിനിറ്റി മൈനസ് ഇ റൈസ് ടു 0 ബൈ എസ് മൈനസ് എ മൈനസ് ഇ റൈസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റൈസ് ടു 0 ബൈ മൈനസ് എസ് പ്ലസ് എ 1/2 ഇൻറ്റു ഇ റൈസ് ടു ഇൻഫിനിറ്റി 0 മൈനസ് 1 ബൈ മൈനസ് എസ് മൈനസ് എ മൈനസ് 0 മൈനസ് 1 ബൈ മൈനസ് എസ് പ്ലസ് എ. വൺ ബൈ എസ് മൈനസ് എ. ഇവിടെ മൂന്ന് നെഗറ്റീവ് ചിഹ്നമുണ്ട്, അപ്പോൾ മൈനസ് ആവും. അത് ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ബൈ മൈനസ് മൈനസ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ ഗുണിച്ച് ഡിനോമിനേറ്റർ എഴുതുക. എസ് പ്ലസ് എ മൈനസ് എസ് മൈനസ് എ ബൈ എസും എസും ഗെറ്റ് ക്യാൻസൽഡ്. 1/2 ഇൻറ്റു ഇവിടെ എ പ്ലസ് എ ബൈ ഇൻറ്റു 2a ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ശ്രദ്ധിക്കുക, എൽ ഇവിടെ സാധാരണ എസ് വേരിയബിളും എ കോൺസ്റ്റൻറ്റുമാണ്. എ കോൺസ്റ്റൻറ്റ് ന്യൂമറേറ്റർ വന്നാൽ സൈൻ എച്ച് ടി ആയിരിക്കും. നേരെ മറിച്ച് വേരിയബിൾ, അതായത് എസ് മുകളിൽ വന്നാൽ കോസ് എച്ച് ടി. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഒന്നും കൂടി ഇതിപ്പോൾ കഴിയും. ആ ശരി, എന്നിട്ട് ഓണാക്കുക അല്ലേ? ഇനി പറയാൻ പോണത് സൈൻ എ ടി കോസ് എ ടി ആണ്. അത് ടെക്സ്റ്റിൽ യു മെത്തേഡ് പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. അതല്ല, കുറച്ചും കൂടി ഒരു എളുപ്പവിദ്യ, പെട്ടെന്ന് ഉത്തരം കിട്ടും. ഈ സൈൻ എ ടിയുടെയും കോസ് എ ടിയുടെയും ഗുണം എന്തായെന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. സൈൻ എ ടിയും കോസ് എ ടിയും മാറ്റിയെടുത്താൽ മതി. അതിന് മുമ്പേ ഒരു ഫോർമുല പഠിക്കണം. ഇങ്ങനെയൊരു ഫോർമുല ഉണ്ട്. ഇ റൈസ് ടു ഐ എ ടി സമം കോസ് എ ടി പ്ലസ് ഐ സൈൻ എ ടി. ഉദാഹരണത്തിന് ഇ റൈസ് ടു മൈനസ് ഐ ടു തീറ്റ ആണെങ്കിൽ അത് കോസ് 2 തീറ്റ പ്ലസ് ഐ എഴുതണ്ട, അതിന് പകരം പ്ലസ് സൈൻ മൈനസ് 2 തീറ്റ എന്ന് എഴുതാം. പക്ഷേ നമുക്കറിയാം കോസ് 2 തീറ്റ സൈൻ മൈനസ് 2 തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പം മൈനസ് സൈൻ 2 തീറ്റ. പവറിൻ്റെ മുമ്പ് ഈ പവർ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം കോസ് എഴുതുക, ഈയുടെ പവർ ഐ ഒഴിവാക്കുക. ഈയുടെ പവർ എന്താണെന്ന് വെച്ചാൽ അത് കോസ് ആ പവർ ഇൻറ്റു തീറ്റ. പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക. ഈ സ്റ്റെപ്പ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. അങ്ങനെ ഏത് കണക്ക് ഇ റൈസ് ടു ഐ ബി ടി ആണെങ്കിൽ കോസ് ബി ടി പ്ലസ് ഐ സൈൻ ബി ടി. ഇ റൈസ് ടു ഐ എൻ തീറ്റ ആണെങ്കിൽ കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അങ്ങനെ ഒരു ഫോർമുലയുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇ റൈസ് ടു ഐ എൻ തീറ്റ നമ്മൾ എന്താ ചെയ്യുക? ഇ റൈസ് ടു ഐയും ഇത് രണ്ടും ഒഴിവാക്കുക. പിന്നെ ആദ്യം കോസ് എഴുതുക. കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇ റൈസ് ടു ഐ എ ടി സമം കോസ് എ ടി പ്ലസ് ഐ സൈൻ എ ടി. ഇ റൈസ് ടു ഐ 2 തീറ്റ സമം കോസ് 2 തീറ്റ പ്ലസ് ഐ സൈൻ മൈനസ് 2 തീറ്റ. അതിങ്ങനെ എഴുതാം. അപ്പോൾ വേറൊന്നും ശ്രദ്ധിക്കാനില്ല, ഈ മൈനസ് എടുത്ത് എഴുതുക. ഇപ്പോൾ ഇ റൈസ് ടു ഐ പി തീറ്റയാണ്. ഇ റൈസ് ടു മൈനസ് ഐ പി തീറ്റ ആണെങ്കിലോ ആദ്യം കോസ് പി തീറ്റ. പിന്നെ ഇവിടെ ചിഹ്നം എന്താണെന്ന് നോക്കുക. മൈനസ് ആണെങ്കിൽ മൈനസ് എഴുതുക, മൈനസ് ഐ സൈൻ പി തീറ്റ.
ഇത് തറായാൽ ഏത് കണക്ക് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമാണ്. വിത്തിൻ 3 or 4 സ്റ്റെപ്പ് യു വിൽ ഗെറ്റ് ആൻസർ. പക്ഷേ ടെക്സ്റ്റിലാണെങ്കിൽ യു മെത്തേഡാണ്, അത് ആ ഫോർമുല പഠിക്കണം, കുറച്ച് ടഫുമാണ്. അപ്പോൾ ഇ റൈസ് ടു എൽ കോസ് ടി. അപ്പോൾ ആദ്യം ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എൽ കോസ് ടി പ്ലസ് ഐ സൈൻ എ ടി ഈക്വൽ ടു എൽ ഇ റൈസ് ടു ഐ എ ടി. ഇവിടെ ഇ റൈസ് ടു ഐ എ ടി ഞാൻ പറഞ്ഞു കോസ് എ ടി പ്ലസ് ഐ സൈൻസ് എ ടി എന്ന് എഴുതാം. ഇവിടെ കോസ് എ ടിയെ റിയൽ പാർട്ട് എന്ന് പറയും, റിയൽ പാർട്ട്. സൈൻ എ ടി ഇമാജിനറി പാർട്ട്. അത് നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ്. ഐയുടെ കൂടെയുള്ളത് ഇമാജിനറി പാർട്ട്, ഐ ഇല്ലാത്തത് റിയൽ പാർട്ട്. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക. കോസ് എ ടി ചോദിച്ചാൽ എൽ ഇ റൈസ് ടു ഐ എ ടി കണ്ടിട്ട് അതിൻ്റെ റിയൽ പാർട്ട് എടുത്ത് എഴുതുക. സൈൻ എ ടി ആണെങ്കിലോ ഇമാജിനറി പാർട്ട് എടുത്ത് എഴുതുക. ഇത് ഈ കോസ് എച്ച് എ ടി സൈൻ എച്ച് എ ടിയും ചെയ്യണം, അതേപോലെയാണ്, വെരി ഈസിയാണ്. ഇതാണ് എളുപ്പം. മറ്റത് കുറച്ചധികം സ്റ്റെപ്പുണ്ട്, ശ്രദ്ധിക്കുക. കോസ് എ ടി ചെയ്യാൻ പോവുകയാണ്. കോസ് എ ടി അല്ല, രണ്ടും കൂടി ചെയ്യാൻ വേണ്ടത് എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എൽ കോസ് എ ടി പ്ലസ് ഐ സൈൻ എ ടി ഈക്വൽ ടു എൽ ഇ റൈസ് ടു ഐ എ ടി. കോസ് എ ടി ചോദിച്ചാൽ വീണ്ടും പറയുന്നു എൽ ഇ റൈസ് ടു ഐ എ ടി കാണുക. എൽ ഇ റൈസ് ടു ഐ എ ടി എന്ന് പറഞ്ഞാൽ എൽ കോസ് എ ടി പ്ലസ് സൈൻ എ ടി ആണ്. എൽ കോസ് എ ടി പ്ലസ് ഐ സൈൻ എ ടി. അപ്പോൾ ആദ്യം നമ്മൾ എൽ കോസ് എ ടി പ്ലസ് ഐ സൈൻ എ ടി കണ്ടു, സമം എൽ ഇ റൈസ് ടു ഐ എ ടി എന്ന് കണ്ടു. ലാപ്ലാസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി കൊണ്ട് ഗുണിക്കുക, ഇ റൈസ് ടു ഐ എ ടി. തിയറി ഓഫ് സിന്തസിസ് അപ്ലൈ ചെയ്യുക. 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എ ടി പ്ലസ് ഐ എ ടി. പറഞ്ഞു ഇ റൈസ് ടു മൈനസ് ടി പുറത്തേക്ക് എടുക്കുക. അത് മാത്രമേ പുറത്തേക്ക് എടുക്കാവൂ. ലാപ്ലാസിൽ അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് മൈനസ് ഐ എ ബൈ മൈനസ് കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലിമിറ്റ് കൊടുത്തു. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ടിക്ക് വരെ ഇൻഫിനിറ്റി കൊടുത്തു. ഇൻഫിനിറ്റി കൊണ്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും ഇൻഫിനിറ്റി മൈനസ് ഇ റൈസ് ടു 0 ബൈ മൈനസ് എസ് മൈനസ് ഐ എ. ഇത് 0, ദാറ്റ് ഈസ് 0 മൈനസ് 1 ബൈ മൈനസ് എസ് മൈനസ് ഐ എ, ദാറ്റ് ഈസ് 1 ബൈ എസ് മൈനസ് ഐ എ. ഇനി ശ്രദ്ധിക്കുക. മാത്സിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇമാജിനറി പാർട്ട് ഡിനോമിനേറ്ററിൽ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ കോഞ്ചുഗേറ്റ് കൊണ്ട് ഗുണിക്കുക, ഹരിക്കുക. എസ് മൈനസ് ഐ എയുടെ കോഞ്ചുഗേറ്റ് എസ് പ്ലസ് ഐ എ. 1 ബൈ എസ് മൈനസ് ഐ എ ഗുണിക്കണം എസ് പ്ലസ് ഐ എ ബൈ എസ് പ്ലസ് ഐ എ. എന്ത് കിട്ടി? എസ് പ്ലസ് ഐ എ ബൈ എസ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എ സ്ക്വയർ. ഐ ഈക്വൽ ടു റൂട്ട് ഓഫ് -1, therefore ഐ സ്ക്വയർ ഈക്വൽ ടു -1. അപ്പോൾ ഇത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ഐ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ആർ എച്ച് എസിലോ എൽ കോസ് എ ടി പ്ലസ് ഐ എൽ സൈൻ എ ടി. അപ്പോൾ റിയൽ പാർട്ട് കോസ് എ ടി അല്ലേ, ഇവിടെ റിയൽ പാർട്ട് എസ് ബൈ ഈക്വേറ്റ് റിയൽ പാർട്ട് ആൻഡ് imaginary part. L cos a t समम s by s square plus a square. L sin a t समम
എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഫോർമുല പഠിക്കാനുള്ള എളുപ്പവിദ്യയാണ് പറയുന്നത്. എൽ കോസ് എച്ച് ടി എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എൽ കോസ് ടി എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. പഠിക്കാനുള്ള എളുപ്പവിദ്യ. എച്ച് ഉണ്ടെങ്കിൽ മൈനസ്, എച്ച് ഇല്ലെങ്കിൽ പ്ലസ്. അതുപോലെ എൽ സൈൻ എച്ച് ടി എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എൽ സൈൻ എ ടി എ ബൈ. ഇത് ഫോർമുല പഠിക്കാൻ വേണ്ടി മാത്രം, ഓർമ്മിക്കാൻ വേണ്ടി. എച്ച് ആണെങ്കിൽ മൈനസ് ഉണ്ട്, അതില്ലെങ്കിൽ പ്ലസ് ആണ്, ഒക്കെ ഒരുപോലെ.